ഒരവധി ദിവസം കിട്ടിയാൽ എന്തൊക്കെ പണികളാണ്. അലക്കാനുള്ളതെല്ലാം അലക്കി കൂടെ പല്ലുതേപ്പും കുളിയും പാസ്സാക്കി നേരെ പോകുന്ന ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്കാണ്. അങ്ങനെ ചെക്കന്റെ അടുത്തെത്തി എന്റെ വണ്ടി വെച്ച് ഇവന്റെ വണ്ടി എടുത്ത് ഇപ്പൊ ഒരു കല്യാണത്തിന് പോകുന്ന വഴിയാണ്. പാലായിക്കടുത്തുള്ള വയല എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് കല്യാണം. ഇവിടെ എത്തിയപ്പോഴേക്കും ചടങ്ങുകളൊക്കെ ഓൾറെഡി തുടങ്ങിയിരുന്നു. ഞങ്ങൾ രണ്ടും പോയി ഓരോ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് സമാധാനപരമായിട്ട് തണലൊക്കെ നോക്കി അങ്ങ് നിൽക്കുകയാണ്. ദേ മാലയൊക്കെ ഇട്ടതിന് ശേഷം താലി കിട്ടുന്ന ചടങ്ങാണിപ്പോ. അതിനിടയ്ക്ക് ഒരുത്തിന് ഇവിടെ തമിഴ്നാട്ടിലെ TVKയുടെ സത്യപ്രതിജ്ഞ കണ്ടുകൊണ്ടാണ് കല്യാണം കൊടുക്കുന്നത്. പിന്നെ ഒട്ടും വൈകിപ്പിച്ചില്ല, നേരെ വന്ന് സദ്യ കഴിക്കാനിരുന്നു. ഇന്നത്തെ ഫുഡിങ് കുശാലാണ്. കലവറയോട് തൊട്ട് ചേർന്നിരിക്കുന്നതുകൊണ്ട് ഒന്നിനും ഒരു മുട്ടും വന്നില്ല. എല്ലാം ലാവിഷായി കിട്ടി. ലാസ്റ്റ് റൗണ്ട് ആയിട്ട് പപ്പടം പഴം പായസം കൂട്ടിട്ട് ഒരു ചാമ്പൂടങ്ങ് ചാമ്പി. കല്യാണച്ചക്കന്റെ അനിയനാണ് നമ്മുടെ ഫ്രണ്ട്. അവനെ തപ്പിയിട്ട് കാണുന്നില്ല. ലാസ്റ്റ് ദേണ്ട നിൽക്കുന്നു സ്റ്റേജിൽ. ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഞങ്ങൾ ശാന്തരായിട്ട് അവൻ ഫ്രീ ആകുന്നവരെ കാത്തു നിന്നു. ശേഷം ഇപ്പൊ ഇവനെ കണ്ട് യാത്രയും പറഞ്ഞൊരു കൈയും കൊടുത്ത് വൈകുന്നേരത്തെ പരിപാടിക്ക് കാണാൻ പറ്റിയാ കാണാമെന്നും പറഞ്ഞ് നേരെ ഇറങ്ങി. പുറത്തിറങ്ങി വണ്ടി എടുത്ത് നേരെ പാലായിക്ക്. തിരികെ വന്ന് ഇവന്റെ വണ്ടി ഇവിടെ വെച്ച് എന്റെ വണ്ടി എടുത്ത് ഞാൻ നേരെ വീട്ടിലെത്തി. ഒരു ഇത്തിരി നേരം റെസ്റ്റ് ഒക്കെ എടുത്തപ്പോ നമുക്കൊരു കോള്. 2 ഫ്രണ്ട്സ് വന്നിട്ട് കൊട്ടാരമറ്റത്ത് വെയിറ്റിംഗ് ആണ്. പിന്നെ ഫ്രണ്ട്സിനെ തപ്പി നേരെ ദേ കൊട്ടാരമറ്റത്ത് എത്തിയപ്പോ വന്നപ്പോളെ കുഞ്ഞു ഫ്രണ്ട് പറയുന്നത് നമുക്കൊരു ചലഞ്ച് ചെയ്താലോ, ഇവിടെയുള്ള എല്ലാ മിഠായി മേടിക്കുന്ന ഒരു ചലഞ്ച് നമുക്ക് ചെയ്താലോ എന്ന്. ശേഷം 2 ആളെയും കൊണ്ട് വെറുതെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ച് വെറുതെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ ഈ ഒരു തോട് കണ്ട. ഈ കാണുന്ന റോഡിലൂടെ പോയ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീടുണ്ട്. അവിടെ കഴിഞ്ഞ മാസം വിഷുവിന് പോയപ്പോഴായിരുന്നു ആ കാഴ്ച. കഴിഞ്ഞ മാസം 15-ാം തീയതി വന്നപ്പം ഈ തോട് ഫുള്ള് പറ്റി ഇതിനകത്തൂടെ പശുവൊക്കെ മേയുമായിരുന്നു. അതിനിടെ ഞങ്ങളെ വഴി കണ്ടിട്ട് ഒരു ഫ്രണ്ട് വണ്ടി നിർത്തി. ഇവനോട് ഇത്തിരി നേരം സംസാരിച്ച് യായുവിന് കരിമ്പൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഈ ഇടയായി കരിമ്പ്, കരിക്ക് ഇത്യാദി സാധനങ്ങളോടൊക്കെ യായുവിന് ഇത്തിരി കമ്പം കൂടുന്നുണ്ട്. ഒരു കണക്കിന് നല്ലതാ. അങ്ങനെ കരിമ്പൻ ജ്യൂസ് റെഡി ആയപ്പോൾ യായുവിന് തന്നെ നേരിട്ട് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് യായു ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. എന്തായാലും യായുവിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് മുഴുവൻ ഫിനിഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനും അമ്മ യായുവിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ യായു പറയുന്നത് ഹെൽപ്പ് വേണ്ടാന്ന്. അങ്ങനെ ജ്യൂസ് കൂടി എല്ലാം കഴിഞ്ഞ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു വണ്ടി കച്ചവടക്കാരനുണ്ടായിരുന്നു മാമ്പഴം വിൽക്കുന്നത്. ആള് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 1-2 പീസ് തന്നപ്പോൾ നല്ല രുചി. അതുകൊണ്ട് ഇവിടുന്ന് ഒരു 1/2 കിലോ മാമ്പഴം മേടിച്ചു. യാവിന് മാമ്പഴം വലിയ ഇഷ്ടമാണ്. ശേഷം 2 ആളെയും റിലേറ്റീവിന്റെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു കടയിൽ വന്നിട്ട് ഇത്തിരി മീൻ വാങ്ങി നേരെ വീട്ടിലേക്ക്. അവധി ആയതുകൊണ്ട് വേറെ പരിപാടികളൊന്നുമില്ല. എങ്കിൽ പിന്നെ 2 പേരെയും കൂട്ടി ഒരു നൈറ്റ് റൈഡ് പോകാന്ന് വിചാരിച്ച് വന്നതാണ്. 2 ആളെയും കൂട്ടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ഷ്യബോധം ഒന്നുമില്ലാതെ പാലായിക്കൂടെ തേരാപ്പാര കറങ്ങി നടന്നതിന് ശേഷം തിരികെ ഇവിടെ തന്നെ കൊണ്ടുവിട്ടു. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മടിച്ച് നിൽക്കാതെ ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്യണേ.